കലിപ്പൻ മാഷിന്റെ ആമ്പൽപ്പൂവ്. രചന അവതരണം നന്ദു അച്ചു കൃഷ്ണ. കാറിലിരിക്കുമ്പോഴും വല്ലാത്തൊരു പുഞ്ചിരിയുണ്ടായിരുന്നു ഏതന്റെ ചുണ്ടിൽ. എന്നാലും പെണ്ണിങ്ങനെ കയറി പറയും എന്നവൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. എത്ര പഞ്ചപാവമായിട്ടാ ഇരിക്കുന്നെങ്കിലും ഒരു പൊടിക്ക് കുറുമ്പ് അവളുടെ കയ്യിലുണ്ട് എന്ന് ഇന്നത്തോടെ മനസ്സിലായി. അല്ലെങ്കിൽ പിന്നെ താൻ ചിന്തിക്കാത്ത രീതിയിൽ ചിന്തിച്ച് തന്നെ തന്നെ തന്റെ ചക്രവ്യൂഹത്തിൽ അവൾ പൂട്ടിലാക്കുമോ? സത്യം പറയാലോ, അവളെ ഇറുക്കി കെട്ടിപ്പിടിച്ച് എന്തൊക്കെയോ ചെയ്യാനാണ് അവന് തോന്നിയത്. ആ ഒരു ചിന്തയിൽ പോലും തലയൊന്ന് കുടഞ്ഞുകൊണ്ടവൻ ഒപ്പം ഇരിക്കുന്നവളെ നോക്കി. ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ തന്റെ കൈകളിൽ ചുറ്റിപ്പിടിച്ച് തന്നെ ചാരി അത്രയും ക്ഷീണിച്ച് കയറിയവളാണ് തിരിച്ചുള്ള വരവിൽ തന്നെ ഒന്ന് നോക്കുപോലും ചെയ്യാതെ ആ പടിക്കെട്ടുകൾ അത്രയും ചാടി ഇറങ്ങി പോന്നത്. അവളുടെ സ്പീഡിലുള്ള ഓട്ടം എത്ര നേരം തന്റെ നെഞ്ചിലെ ശ്വാസം നിർത്തിയെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പക്ഷെ അവളുടെ ഉള്ളിലെ സന്തോഷമാണെന്ന് തോന്നുന്നു ഓരോ തവണയും അവളെ വെപ്രാളത്തോടെ വിളിക്കുന്ന തന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പെണ്ണ് പിന്നെയും പിന്നെയും ഓടി തുടങ്ങിയത്. താഴെയെത്തി ശ്വാസമെടുക്കാൻ പാട്ടുവിട്ട് നിൽക്കുന്നവളെ ഇത്തിരി ദേഷ്യത്തോടെ നോക്കിയെങ്കിലും പെണ്ണ് പിന്നെയും ചിരിച്ചു കാട്ടി തന്നെ മയക്കി. നല്ല കുരുത്തക്കേടുണ്ട് കേട്ടോ അമലു നിന്റെ കയ്യിൽ. പറയുന്നതിനൊപ്പം ആ ചെവിയിലൊന്ന് കിഴിക്കതും മറു കൈയിലേക്ക് തൂങ്ങി പിടിച്ചവൾ ചുണ്ടു പിളർത്തി തന്നെ നോക്കിയ ആ ഒരു നിമിഷം. നേര് പറയാലോ, ചുറ്റുമുള്ളതൊന്നും കാണാൻ കഴിയാതെ കണ്ണും മനസ്സും ശരീരവുമെല്ലാം അവളിലേക്ക് മാത്രം അങ്ങ് ചുരുങ്ങിപ്പോയി. നേരെ നോക്കി വണ്ടി ഓടിക്കുന്നതിലും അധികം ഇടതുഭാഗത്തിരിക്കുന്നവളിലായിരുന്നു ഇന്ന് അവന്റെ കണ്ണുകളത്രയും. പുറത്തേക്ക് കണ്ണു നട്ടിരിപ്പാണെങ്കിലും അവളുടെ മുഖം കണ്ടാൽ അറിയാം പെണ്ണ് ഏതോ സ്വർഗലോകത്താണെന്ന്. ഇടയ്ക്കിടെ അവളുടെ കണ്ണുകൾ ചുരുങ്ങുന്നതും പെട്ടെന്ന് വിടർന്ന് ചുണ്ടിൽ പുഞ്ചിരി കൈകൊണ്ട് മറയ്ക്കുന്നതുമൊക്കെ വല്ലാത്തൊരു കൗതുകത്തോടെ അവൻ തന്റെ കടക്കണ്ണാലെ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. ആ നോട്ടം ഇതിരി കൂടിപ്പോയതുകൊണ്ടാണെന്ന് തോന്നും ഇടയ്ക്ക് വണ്ടി ഒരു ലോറിക്കടിയിലേക്ക് പോകേണ്ടതായിരുന്നു. രണ്ടുപേരും ഒരുപോലെ പേടിച്ചുപോയ നിമിഷം. എങ്ങനെയൊക്കെയോ കയറി അവൻ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചതും സ്വപ്നം കണ്ടിരുന്നവളും അതിനവൾക്കൊപ്പം കൂട്ടുപോയവനും ഒന്ന് ഞെട്ടിക്കൊണ്ട് ബ്രേക്കിട്ട് നിർത്തി. ഇത്തിരി നേരമെടുത്തു രണ്ടുപേർക്കും ശ്വാസം ഒന്ന് നേരെയാവാൻ. എന്തു പറ്റിയതാ? നെഞ്ചിൽ കൈവച്ച് ശ്വാസം ഒന്ന് നേരായതും പെണ്ണ് പേടിയോടെ അവനോട് ചോദിച്ചു. പറ്റിയതൊക്കെ നീ കാരണമാ, പക്ഷെ നിന്നോട് പറയാൻ വയ്യല്ലോ പൊന്നെ. അവള് കേൾക്കാതെ സ്വയം ഞൊടിഞ്ഞുകൊണ്ടവൻ പെണ്ണിന്റെ ഭയം നിറഞ്ഞ മുഖത്തേക്ക് നോക്കി. അതോ ആ വണ്ടി റോങ് കയറി വന്നതാ അമലു. പറയുന്നത് നുണയായതുകൊണ്ട് തന്നെ അവളുടെ കണ്ണിലേക്ക് നോക്കാൻ നിന്നില്ലവൻ. റോങ് കേറി വന്നു അല്ലേ? തന്റെ കണ്ണിലേക്ക് നോക്കാതെ ചുറ്റും നോക്കി നടക്കുന്നതിന്റെ കണ്ണിലേക്ക് നോക്കിയായിരുന്നു പെണ്ണത് ചോദിച്ചത്. അപ്പൊ തന്നെ മനസ്സിലായി അവള് തന്നെ കൈയോടെ പിടിച്ചുവെന്ന്. ചെറിയൊരു ചമ്മലോടെ പെണ്ണിനെ നോക്കിയവൻ കണ്ണു ചിമ്മി ചിരിച്ചതും അവൾ അവന്റെ കൈത്തണ്ടയിൽ അല്പം ബലത്തോടെ തള്ളി. അതെ, എനിക്കെന്റെ ഭഗവാനെ ഇത്ര പെട്ടെന്ന് കാണണമെന്നൊന്നും വലിയ ആഗ്രഹമില്ല കേട്ടോ. പറഞ്ഞുകൊണ്ട് പെണ്ണ് മുഖം തിരിച്ചതും കാര്യം മനസ്സിലാവാതെ ഏതിനവളുടെ ഉള്ളം കൈയിൽ പതിയെ വിരൽ തോണ്ടി. വണ്ടി ഓടിക്കുമ്പോൾ കണ്ണ് റോഡിലല്ലാണ്ടിരുന്നാൽ പെട്ടെന്നങ്ങ് മുകളിലെത്തുമെന്ന്. അവന്റെ കയ്യിലിരുന്ന് തന്റെ ഉള്ളം കൈ വലിച്ചെടുത്തുകൊണ്ട് ഒരു തട്ടുകൂടി കൊടുത്ത് പെണ്ണ് പറഞ്ഞതും അവൻ അറിയാതെ ഉറക്കെ ചിരിച്ചുപോയി. നീ എന്നെ പിന്നെയും പിന്നെയും ഞെട്ടിക്കോ കേട്ടോ അമലുവേ. പെണ്ണിനും മനസ്സിലാവുന്നുണ്ടായിരുന്നു താൻ അവനോട് കാണിക്കുന്ന കുറുമ്പുത്തരമൊക്കെ. അതുകൊണ്ട് തന്നെ അവന്റെ ആ പറച്ചിലിൽ കണ്ണുകൾ ഇറുക്കിയടച്ച് അവള് തല പുറത്തേക്കാക്കിയിരുന്നു. എന്താണെന്നറിയില്ല, മനസ്സിലാകെ വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു. ആദ്യമായാണ് ഒരാളോട് ഇങ്ങനെ കുരുത്തക്കേടും കുറുമ്പും ഒക്കെ കാണിക്കുന്നത്. പക്ഷെ എന്തോ അവനോട് അങ്ങനെയൊക്കെ കാണിക്കാൻ വേണ്ടി ഒരു നിമിഷം പോലും മനസ്സ് പതറുന്നില്ല. ആളോട് മാത്രം ഒന്നിനു വേണ്ടിയുള്ള പേടിയും തോന്നാതെ ഇങ്ങനെയൊക്കെ കാണിക്കാനാണ് തോന്നുന്നത്. സത്യം പറയാലോ അമലു, നിന്റെ ഉള്ളിൽ ഇങ്ങനൊരു കുറുമ്പത്തിയുണ്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല കേട്ടോ. ആശ്ചര്യവും അത്ഭുതവും ഒക്കെ തിങ്ങി നിറഞ്ഞ അവന്റെ ശബ്ദത്തിൽ നിന്ന് തന്നെ അറിയാമായിരുന്നു തന്റെ പുതിയ രൂപം അവനെ എത്രത്തോളം ഞെട്ടിക്കുന്നുണ്ടായിരുന്നു എന്ന്. അത്രയും ആകാംക്ഷയോടെ പറയുന്നതിനോട് തിരിച്ചെന്ത് മറുപടി പറയണമെന്ന് ആ നിമിഷം അമലുവിനും അറിയില്ലായിരുന്നു. കാരണം ഈ പുതിയ തന്നെ തനിക്ക് തന്നെ പരിചയമുണ്ടായിരുന്നില്ലല്ലോ. പക്ഷെ കൊള്ളാട്ടോ, ഈ കുറുമ്പി എനിക്ക് നല്ലോണം ഇഷ്ടാവുന്നുണ്ട്. അവന്റെ ചിരിയിൽ അവൾക്ക് ചമ്മല് തോന്നിയെങ്കിലും മൂക്കും ചുണ്ടും പക്ഷെ പെട്ടെന്ന് കൂർത്തു. എന്തു പറ്റി? മുഖം മാറിയല്ലോ. ഉം ഈ എന്നെ ഇഷ്ടമാകുന്നതിൽ പഴയ എന്നെ ഇഷ്ടമല്ലായിരുന്നോ? മുഖമാകെ മാറിയിട്ടുണ്ട്. സങ്കടം കൊണ്ടാണെന്ന് തോന്നുന്നു അതിങ്ങനെ ചുവന്ന് വരുന്നുണ്ട്. എന്റെ ദൈവങ്ങളെ, ഈ കൊച്ചെന്നെ വെടക്കാക്കുമല്ലോ. നീട്ടി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് ഏതൻ ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടി സൈഡാക്കി. സീറ്റ് ബെൽറ്റ് ഊരി അവൾക്ക് നേരെ തിരിഞ്ഞവനിരുന്നു. ഇനി പറ, എന്താ എന്റെ കൊച്ചിന്റെ വിഷമം? ഒന്നുമില്ല. പെണ്ണ് പിണങ്ങി.
അച്ചോടാ, എന്റെ കുഞ്ഞാവ പിണങ്ങിയോ എന്നൊക്കെ ചോദിച്ച് കുഞ്ചിക്കാൻ പറ്റുന്ന നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരു തോക്കോടു ആവ. ഏതിനാ നിമിഷം അങ്ങനെയാണ് തോന്നിയത്. അവൻ ചിരിച്ചുകൊണ്ട് പെണ്ണിന്റെ മുഖം കൈക്കുമ്പിളിലെടുത്തു. അതേ, എനിക്കുണ്ടല്ലോ. അവൻ അവളെ തനിക്ക് നേരെ തിരിച്ചു. എന്നോട് മാത്രം ഇങ്ങനെ കുസൃതി കാണിച്ച് കുറുമ്പ് കാട്ടുന്ന ഈ കുഞ്ഞി പെണ്ണിനെ ഉണ്ടല്ലോ, വല്ലാതങ്ങ് ഇഷ്ടമാകുന്നുണ്ട്. ഈ ഞെക്കി പൊട്ടിച്ച് കടിച്ചു തിന്നാനൊക്കെ തോന്നില്ലേ, അച്ഛാതി ഇഷ്ടം. അത് കേട്ടതും മുഖത്ത് അവളുടെ നാണം ഇരച്ചു കയറി. അതിങ്ങനെ അടിവയറ്റിൽ നിന്നും പൊങ്ങി ദേ ഹൃദയത്തിലൂടെ കയറി തൊണ്ടക്കുഴിയിൽ വന്നിങ്ങനെ വായിലോട്ട് വരുമ്പോഴല്ലോ, അതുവരെ താൻ പറയുന്നതൊക്കെ കേട്ട് ചുവന്നു തൊടുത്ത് ചാമ്പങ്ങയെ പോലെ നിന്ന പെണ്ണിന്റെ കണ്ണുകൾ ഇപ്പൊ താൻ പറയുന്ന കേട്ട് മുകളിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവളുടെ ഭാവം കണ്ടപ്പോൾ ഉയർന്നു പൊങ്ങിയ ചിരി എങ്ങനെയൊക്കെയോ അടക്കി പിടിച്ച് പിന്നെയും അവൻ ബാക്കി പറയാനെന്ന പോലെ ആ കണ്ണിലേക്ക് നോക്കി. ആ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, തൊണ്ടക്കുഴിയിൽ വന്നിങ്ങനെ വായിലോട്ട് വന്നത് ചുണ്ടിലോട്ട് എത്തുമ്പോഴുണ്ടല്ലോ, ഒരൊറ്റ നിമിഷം എന്താ നടന്നതെന്ന് മനസ്സിലാകും മുന്നേ തന്നെ ആമ്പലിന്റെ കണ്ണുകൾ തുറഞ്ഞു പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കണ്ണും മിഴിച്ച് അമ്പലം തന്നെ നോക്കുന്നവളുടെ കണ്ണിൽ നോക്കിക്കൊണ്ട് തന്നെ അവൻ ഇപ്പുറത്തെ കവളിലും അമർത്തി ചുംബിച്ചു. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് എന്റെ ആമ്പൽപ്പൂവിനെ. അവളെ നോക്കി ഒരു കണ്ണിറുക്കി അവൻ സീറ്റിലേക്ക് നേരെയിരുന്നു. പക്ഷെ അപ്പോഴും പെണ്ണ് കഴിഞ്ഞു പോയ നിമിഷങ്ങളിലെവിടെയോ ഉഴറി ആകെ അന്തം വിട്ട് നിൽക്കുകയായിരുന്നു. ആ ഒരു നിമിഷത്തിന് ശേഷം അവള് പിന്നെ തന്നെ നോക്കിയിട്ടേയില്ല. തന്നെ നോക്കുന്ന ദൂരെ മുഖമുയർത്തി പിടിച്ചിട്ട് പോലുമില്ല. ധാവണിത്തുമ്പിൽ തെരി പിടിച്ചിപ്പോ ഏതാണ്ട് അത് കീറിപ്പോകുമെന്ന അവസ്ഥയായി. പെണ്ണിന്റെ വെപ്രാളവും പരിഭ്രമവും ഒക്കെ കാണുന്നുണ്ടായിരുന്നെങ്കിലും അവളെ ഒന്നിന്റെ പേരിലും ശല്യം ചെയ്യാൻ പോകാതെ അതിനുശേഷം ഏതൻ മിണ്ടിയിട്ടില്ല. അറിയാം എന്താകും അവളുടെ മനസ്സിലെന്ന്. താൻ ഇഷ്ടം തുറന്നു പഴപ്പോഴും തിരിച്ചിഷ്ടമാണെന്ന് പറയാതെ തന്നോട് കുറുമ്പ് കാട്ടി പൂമ്പാറ്റയായി പറഞ്ഞവൾക്ക് ഒരിക്കലും ഈ ചുംബനം അത്ര പെട്ടെന്നൊന്നും ദഹിക്കില്ലെന്നറിയാം. അതിപ്പോ താൻ അറിഞ്ഞുകൊണ്ട് നൽകിയതുമല്ല. ആ ഒരു നിമിഷത്തിൽ മനസ്സറിയാതെ കൈവിട്ടുപോയി. അതാണിപ്പോൾ തനിക്കരികിലുണ്ടായിട്ടും പറന്ന മനസ്സുമായി പെണ്ണിങ്ങനെ സ്വപ്നലോകത്ത് പോയിരിക്കാൻ കാരണം. കുഞ്ഞൊരു പുഞ്ചിരിയോടെ തനിക്കരികിലിരിക്കുന്നവളെ നോക്കിക്കൊണ്ടവൻ വീട്ടിലേക്ക് വണ്ടി ഓടിച്ചു കയറ്റി. എന്നും പാർക്ക് ചെയ്തതിന്റെ അവിടെ നിർത്താതെ കുറച്ചു മുന്നേ നിർത്തിയവൻ അവൾക്ക് നേരെ തിരിഞ്ഞു. പെണ്ണിപ്പോഴും വീടെത്തിയതൊന്നും അറിയാതെ സ്വപ്നലോകത്താണ്. അമലു, അമലു, എവിടെ? ആമ്പൽപ്പൂവി. ചെവിക്കരികിലേക്ക് ചെന്ന് മെല്ലെ ഒന്ന് മുത്തി മാറിയവൻ വിളിച്ചതും പെണ്ണ് ഞെട്ടിക്കൊണ്ടവനെ തിരിഞ്ഞു നോക്കി. നേരെ ചൊവ്വേ ഒന്ന് രണ്ടു വട്ടം ഞാൻ വിളിച്ചിരുന്നു, നീ കേൾക്കാഞ്ഞിട്ടാ. അവൻ മുത്തിയിടം പൊതിഞ്ഞു പിടിച്ചു നിൽക്കുന്ന പെണ്ണിനെ നോക്കി കണ്ണിറക്കി അവൻ പറഞ്ഞതും അവളുടെ ചുണ്ടുകൾ അവനോട് ദേഷ്യമുണ്ടെന്ന ഭാവത്തിൽ ഒന്ന് കൂർത്തു. അതെ, ഇതൊന്നും ഇനി ഇങ്ങോട്ട് കേൾക്കില്ല കേട്ടോ. കൂർത്തിരിക്കുന്ന ചുണ്ടിനറ്റം പിടിച്ച് മെല്ലെ ഒന്ന് കൊഞ്ചിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും പെണ്ണിന് പിന്നെയും പരിഭവമായി. ഷെടാ, ഇതെന്തിനാ കൊച്ചെ ഇരിക്കുമ്പോൾ കേറ്റിപ്പിടിക്കുന്നേ? എന്നെ ആമ്പോറ്റി മുഖമാന്നേ. അതിങ്ങനെ ആവശ്യമില്ലാത്ത ദേഷ്യവും വാശിയും ഒക്കെ നിറച്ച് നീ അതിനെ ചള്ളാക്കല്ലേ എന്റെ ആമ്പൽ പൂവേ. അവൻ ആ വീർത്തിരിക്കുന്ന കവിളിൽ രണ്ട് സൈഡിൽ നിന്നും വലിച്ചു വിട്ടു. നോന്നു. അവന്റെ വിരലിന് മുകളിൽ മെല്ലെയും തട്ടി പെണ്ണ് പിന്നെയും പിണക്കം കാണിച്ചു. ഷെടാ, ഇത് കഷ്ടാട്ടോ ആമ്പൽപ്പൂവേ. ആമ്പൽപ്പൂവല്ല, അമലു. ആ മുഖം ഒന്ന് തൊടുത്തു. അതൊക്കെ പണ്ട്. ഇപ്പൊ നീ എനിക്ക് എന്റെ ആമ്പൽപ്പൂവാണ്. നല്ല സുന്ദരി പനിനീർപ്പൂ പോലെയുള്ള ആമ്പൽപ്പൂവ്. പനിനീർപ്പൂ പോലെയുള്ള ആമ്പൽപ്പൂവോ? അതുവരെ പരിഭവം മാത്രം നിറഞ്ഞു നിന്ന മുഖത്ത് പെട്ടെന്ന് അമ്പരപ്പായി. ആ, അങ്ങനെയൊക്കെ ആമ്പൽപ്പൂ ഉണ്ട്, നിനക്കറിയാത്തതാ. ഇത്തവണ ചോടിപ്പ് അവനിലായിരുന്നു. വെറുതെ എന്തൊരു നുണയാ കയ്യില്. ഇത്തവണ എത്ര ചിരിക്കേണ്ടെന്ന് വെച്ചിട്ടും പെണ്ണറിയാതെ ചിരിച്ചു പോയിരുന്നു. ദേ, ഇങ്ങനെ ചിരിക്കാനാ ഞാനും പറയുന്നത്. അല്ലാതെ മുഖവും കയറ്റിപ്പിടിച്ച് എന്റെ ആമ്പൽപ്പൂ ഒരുമാതിരി അമ്മിണിപ്പൂ പോലെ ആവല്ലേ. അമ്മിണിപ്പൂവോ? അതിനി എന്താ? ഇത്തവണ അവളുടെ ചിരി അല്പം ഉറക്കിയായിപ്പോയി. എന്റെ കൊച്ചെ, അങ്ങനെ പലതരം പൂക്കളുണ്ട്. അതൊന്നും എന്റെ കൊച്ചിനറിയാൻ വഴിയില്ല. ഒന്ന് പോയേ മാഷേ, വെറുതെ ഇരുന്ന് വീമ്പ് പറയാ. പെണ്ണും മുഖം നിഷേധാർത്ഥത്തിൽ ഇടത്തോട്ടും വലത്തോട്ടും വെട്ടിച്ചു. അങ്ങനെ പറയല്ലേ കൊച്ചേ, എന്റെ കൊച്ചിനറിയാത്ത എന്തോരം കാര്യങ്ങളുണ്ടെന്നാ. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ ആമ്പൽപ്പൂവിന് ഹരൻ മാഷിനോട് പ്രണയമുണ്ടോ എന്നറിയാത്ത പോലെ. ഒരു താളത്തിൽ തലയൊക്കെ ആട്ടിക്കൊണ്ട് അവൻ വല്ലാത്തൊരു കുസൃതിയോടെ അവളുടെ മുഖത്ത് നോക്കി പറയുമ്പോഴും
ആ നേരം അവന്റെ നാവിൽ നിന്ന് അങ്ങനെയൊന്നും പ്രതീക്ഷിക്കാത്ത പെണ്ണിന്റെ മുഖം ചെഞ്ചോരത്തുണ്ട് പോലെ തുടുത്തു. അല്ലേ, എന്റെ കൊച്ചിനകത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ? ഉറക്കെ ചിരിച്ചുകൊണ്ട് കാറിൽ നേരെ ഇരുന്നവൻ കാണുന്നത് മുഖം പൊത്തി കുമ്പിട്ടിരിക്കുന്നവളെയാണ്. ഇതാ ഞാനൊന്നും പറയാത്തത്. എന്തേലും ഒന്ന് പറഞ്ഞാൽ അപ്പ കണ്ണു അടച്ചു കളയും. ചില കള്ളിപ്പൊങ്കിലുകളെ പോലെ. ആ, സമയമുണ്ടല്ലോ. നമുക്ക് ചിലരുടെ കള്ളത്തരങ്ങളൊക്കെ ഓരോന്നോരോന്നായി പൊക്കാം. സ്റ്റിയറിംഗിൽ താളം പിടിച്ച് പെണ്ണിനെ ഏറുകണ്ണിട്ട് നോക്കിക്കൊണ്ടവൻ മെല്ലെ മെല്ലെ പറയുന്ന ഓരോ വാക്കുകളും അവളുടെ ഹൃദയമിടിപ്പിനെ തെറ്റിക്കുന്ന കാര്യം അവൻ അറിയുന്നുണ്ടായിരുന്നെങ്കിലും എന്തോ അതൊക്കെ ഒരുപാട് സന്തോഷം തരുന്ന പോലെയാണ് ചെക്കൻ പിന്നെയും പിന്നെയും കുറുമ്പ് പറഞ്ഞു നിന്നത്. അപ്പോ എങ്ങനെയാ ആമ്പിൾപ്പൂവേ, അകത്ത് എന്നിട്ട് ഞാൻ പറയട്ടെ? അവന്റെ ആ ചോദ്യം കേട്ടതും പെണ്ണ് പെട്ടെന്ന് മിഴികളുയർത്തി നോക്കി. ഇങ്ങനെ മിട്ടി നോക്കല്ലേ. ആരോട്? എന്ത് പറയാൻ പോവാ? അവളിൽ വല്ലാത്തൊരു വെപ്രാളം നിറഞ്ഞു. ചേടാ, അതിപ്പോ അവര് ചോദിക്കില്ലേ ഞാൻ പോയിട്ട് എന്തായിന്ന്? ആര്? വേറെ ആര്? നിന്റെ മാഷച്ചനും ടീച്ചറമ്മയും. ഇതൊന്നും പോരെങ്കിൽ ദാ ഇപ്പോൾ സൈലന്റായി കിടക്കുന്ന എന്റെ ഫോൺ എടുത്ത് നോക്കിയാലറിയാം നിന്റെ വസുവേന്റെ ഒരു 10 കോളെങ്കിലും വന്നിട്ടുണ്ടാവും. അവരോടൊക്കെ എനിക്ക് കാര്യം പറയണ്ടേ? പറയോ? അതുവരെ ഇല്ലാതിരുന്ന വെപ്രാളം അവളിൽ നിറഞ്ഞു. പിന്നെ പറയാതിരിക്കാൻ പറ്റുവോടാ? അവളുടെ ഇരു കൈകളും എടുത്ത് തന്റെ കൈക്കുള്ളിലാക്കിയവൻ. അപ്പൊ അച്ഛനോടും അവരോടും ഒക്കെയോ? ഈ അവർന്ന് പറയുന്നത് ആസിയും നൗഫിയും രമ്യയല്ലേ? ഉം, അവർക്കൊക്കെ കാര്യങ്ങളുടെ ഏകദേശ രൂപമുണ്ട്. അപ്പോ എല്ലാരോടും പറഞ്ഞോ? താൻ പറയാതെ അവൻ പറഞ്ഞു എന്നുള്ള ചിന്തയിൽ അവളുടെ കണ്ണ് നിറയാൻ തുടങ്ങി. ഇതിങ്ങനെ നിറയ്ക്കല്ലേ പൊന്നെ. ഞാനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ കഴിഞ്ഞ കുറെ ദിവസം നിന്നെ കാണാതെ ഞാൻ കാണിച്ചു കൂട്ടിയ ഭ്രാന്ത് കണ്ടിട്ട് മൂന്നിനും നല്ല സംശയമുണ്ടെന്നാണ് തോന്നുന്നത്. ഇക്കാര്യത്തിൽ എന്തായാലും അവര് നിന്നെ പോലെയല്ല. കാഞ്ഞ ബുദ്ധിയാ മൂന്നിനും. അവൻ അത് പറയുന്ന കേട്ടതും അവൾ ചിരിച്ചുപോയി. കാരണം പ്രേമങ്ങൾ കണ്ടുപിടിക്കാനും പൊക്കാനും മൂന്നിനുള്ള കഴിവ് ചെറുതൊന്നുമല്ലെന്ന് അവൾക്ക് നേരിട്ടറിയില്ലേ. പിന്നെ ഇതിലൊന്നും ഇല്ലാത്ത ഒരാളുണ്ട്. നിന്റെ മനസ്സിലുള്ള ഇഷ്ടം അറിഞ്ഞിട്ട് മാത്രം ഞാൻ സംസാരിക്കാൻ മാറ്റിവെച്ച ഒരാൾ. ആളോട് ഞാൻ തന്നെ എല്ലാം പറഞ്ഞോളാം. അച്ഛനല്ലേ? ആ മിഴികളൊന്നും നിറഞ്ഞു. എന്തിനാ ഇതിങ്ങനെ നിറയ്ക്കുന്നേ? ഞാനല്ലേ? എന്റെ അല്ലേ? അറിയാതെ പോലും നിന്റെ അച്ഛനൊരു വിഷമം ഉണ്ടാവാത്ത രീതിയിൽ ഞാനൊക്കെ പറഞ്ഞോളാം. ഇന്ന് നാളെ ഒന്നും മോളെ കെട്ടാനല്ല, മറിച്ച് ഈ കിളിക്കുഞ്ഞിനെ നല്ലോണം പഠിപ്പിച്ച് അച്ഛൻ ആഗ്രഹിച്ച പോലെ ഒരു ഡോക്ടറാക്കിയിട്ട് മാത്രം എന്റെ കയ്യിലോട്ട് വെച്ചാൽ തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ തന്നെ ആളുടെ സമ്മതം വാങ്ങിച്ചെടുത്തോളാം. എന്തേ, അതുപോലെ? അവളെ നെഞ്ചോടടക്കി പിടിച്ച് ചോദിക്കുമ്പോൾ അച്ഛന് വിഷമമാവില്ലല്ലോ അല്ലേ എന്നൊരു ചോദ്യമായിരുന്നു പെണ്ണിൽ നിന്നും വന്നത്. ഇല്ലടാ കണ്ണാ, നിന്റെ അച്ഛൻ സന്തോഷത്തോടെ ഈ അമ്പൽപ്പൂവിനെ എടുത്ത് എന്റെ ഈ ഉള്ളം കയ്യിൽ വെച്ചു തരും. കാരണം മിസ്റ്റർ അശോകിന് കിട്ടാൻ പോകുന്ന പുണ്യമല്ലേ ഈ മരുമോൻ. അവൻ ഉറക്കെ ചിരിച്ചതും പെണ്ണ് നല്ല ആഴത്തിൽ നെഞ്ചിലൊരു നുള്ളു വെച്ചു കൊടുത്തു. പിന്നല്ല. അപ്പോ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എന്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നന്ദി.